2024 ഉപതെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മുതൽ വി.ഡി. സതീശന്റെ നീക്കങ്ങൾ എതിർക്കപ്പെടുകയാണ്. വി.ഡി. സതീശൻ കോൺഗ്രസിൽ ക്യാപ്റ്റനായി മാറിയെന്ന ആക്ഷേപവും ശക്തമായി ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചും ചുമതലകളെ സംബന്ധിച്ചും നിരവധി വിമർശനങ്ങളും തലപൊക്കിയിരുന്നു. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് ചാണ്ടി ഉമ്മൻ കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ചുമതലകൾ നൽകി തനിക്ക് ചുമതല നൽകിയില്ലെന്നതാണ് ചാണ്ടി ഉമ്മന്റെ വിമർശനം. അന്ന് പറയേണ്ടെന്ന് കരുതിയതാണ്, ഇപ്പോഴും കൂടുതൽ കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല. പ്രചാരണത്തിനായി ഒരു ദിവസം മാത്രമാണ് പാലക്കാട് പോയത്. എല്ലാവരെയും ഒന്നിച്ചു നിർത്തി നേതൃത്വം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണം എന്ന അഭിപ്രായം തനിക്ക് ഇല്ല എന്നും ചാണ്ടിയുമ്മൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അത് ചർച്ച ചെയ്യാൻ പോലും പാടില്ല എന്നും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടു പോകണമെന്നും പാർട്ടി പുനഃസംഘടനയിൽ യുവാക്കൾക്ക് ഏറെ പ്രാതിനിധ്യം കിട്ടണമെന്നും ചാണ്ടിയുമ്മൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും ചാണ്ടിയുമ്മന്റെ ഈ വാക്കുകൾ ഏറെ പ്രസക്തമാണ് ഇപ്പോഴത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ. KPCC DCC പുനഃസംഘടന അത്യാവശ്യമാണ് എങ്കിലും സംസ്ഥാന അധ്യക്ഷനെ മാറ്റേണ്ടതില്ല എന്ന ധാരണയിൽ തന്നെയായിരുന്നു പ്രബല നേതാക്കൾ എല്ലാവരും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിരുദ്ധ ലോബിയിലുള്ള നേതാക്കളിലാണ് ഈ അഭിപ്രായ ഐക്യമുണ്ടായിരുന്നത്. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയുമെന്ന് ചിലർ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുള്ള വഴി അടയ്ക്കുകയാണ് പ്രബലരായ നേതാക്കൾ ചെയ്തിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും വയനാട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെയും നേട്ടമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. കെ മുരളീധരൻ പരസ്യമായി ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തതാണ്. സുധാകരനെ മാറ്റുന്നതിനോട് യോജിക്കുന്നില്ല എന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിപ്രായ പ്രകടനവും സതീശൻ ക്യാമ്പിനെ ആശയക്കുഴപ്പത്തിലാക്കി. KC വേണുഗോപാലും സുധാകരനെ നീക്കണമെന്ന അഭിപ്രായക്കാരനല്ല. സ്വയം ഒഴിയുമെന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തേണ്ട എന്നത് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. സുധാകരനെ മാറ്റിയേ അടങ്ങുമെന്ന നിലപാടെടുത്ത് പരാജയപ്പെട്ടാൽ വലിയ ക്ഷീണമാകുമെന്നതാണ് സതീശനെ അലട്ടുന്ന പ്രധാന പ്രശ്നം. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിലപേശാൻ ക്രൈസ്തവ സഭാ നേതൃത്വം രംഗത്ത് വരുന്നതായും ചില സൂചനകൾ വന്നിരുന്നു. സഭകളിലെ കോൺഗ്രസ് പക്ഷക്കാരാണ് അകന്നു പോകുന്ന ക്രൈസ്തവരെ അടുപ്പിക്കാൻ അധ്യക്ഷ സ്ഥാനം ആവശ്യപ്പെട്ടിരുന്നത്. സണ്ണി ജോസഫിനെയും ബെന്നി ബെഹനാനെയും ചിലർ ഉയർത്തി കാട്ടുകയും ചെയ്തിരുന്നു. മുതിർന്ന നേതാക്കളാണ് നയിക്കാൻ വേണ്ടതെന്നായിരുന്നു ഇവരുടെ അഭിപ്രായം. യുവരക്തത്തിന്റെ പേരിൽ ആരെയെങ്കിലും സംസ്ഥാന അധ്യക്ഷനാക്കിയാൽ വി.ഡി. സതീശന്റെ ഏകാധിപത്യത്തിലേക്ക് പാർട്ടിയെ വിട്ടുകൊടുക്കലാകും ഫലമെന്നും മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. 3 ആഴ്ചയ്ക്കകം പുനഃസംഘടനയെന്ന സുധാകരന്റെ പ്രഖ്യാപനം വെറും വാക്ക് ആകാനാണ് സാധ്യത എങ്കിലും ചർച്ചകൾ സജീവമാണെന്ന് നിലവിലുള്ള KPCC ഭാരവാഹികളിൽ ചിലർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. എന്തുതന്നെയാണെങ്കിലും ചാണ്ടിയുമ്മന്റെ ഈ അഭിപ്രായ പ്രകടനത്തോടെ കോൺഗ്രസിനുള്ളിലെ അതൃപ്തി ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. സുധാകരനുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അതല്ല ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിലും പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും വിമർശനങ്ങളും വി.ഡി. സതീശനെതിരെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ചാണ്ടിയുമ്മൻ കൂടി രംഗത്ത് വന്നതോടെ വി.ഡി. സതീശന്റെ ഏകപക്ഷീയമായ തീരുമാനത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് എന്ന കാര്യം ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് വി.ഡി. സതീശന്റെ ഏകപക്ഷീയ തീരുമാനമാണ് എന്ന തരത്തിലുള്ള നിരവധി വിമർശനങ്ങൾ സതീശനെതിരെ ആദ്യമേ തലപൊക്കിയിരുന്നു. തൃത്വമുണ്ട് കോൺഗ്രസിൽ എന്നായിരുന്നു വലിയ ആക്ഷേപം AK ഷാനിപ്പിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത്. വി.ഡി. സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങുന്ന ഒരു തൃത്വമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്നതായിരുന്നു ആ വിമർശനം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഡോക്ടർ P. സരിനും LDF ക്യാമ്പിലേക്ക് കുതിച്ചത്. കോൺഗ്രസിലെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടിയ AK ഷാനിപ്പും P. സരിനും ഇപ്പോൾ LDF ക്യാമ്പിലാണ് എന്ന കാര്യവും കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഈ ക്ഷീണം തീർത്തത് BJPയിൽ നിന്നും സന്ദീപ് വാര്യരെ കടത്തിക്കൊണ്ടുവന്നിട്ടാണ്. സന്ദീപ് വാര്യരുടെ വരവ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കിയെങ്കിലും കോൺഗ്രസിന് അകത്തെ പ്രശ്നങ്ങൾ അപ്പോഴും ഒഴിയുന്നില്ല. വി.ഡി. സതീശന്റെ ഏകപക്ഷീയമായ നീക്കങ്ങളും വി.ഡി. സതീശനെതിരെ ഉയർന്നു വരുന്ന പരാതികളും ഇപ്പോഴും അവിടെ വാസ്തവങ്ങളായി തന്നെ തുടരുകയാണ്. അതിന് ഉദാഹരണമാണ് കെ സുധാകരനെ മാറ്റേണ്ട കാര്യമില്ല എന്ന് അറിയിച്ചുകൊണ്ട് വി.ഡി. സതീശന്റെ തീരുമാനത്തിന് എതിരെ രംഗത്ത് വന്ന മുതിർന്ന എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും. അതിൽ ഏറ്റവും പ്രധാനം ശശി തരൂരും കെ മുരളീധരനും രമേശ് ചെന്നിത്തലയുമാണ് എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും അഭിപ്രായം വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത്. ഇപ്പോൾ ചാണ്ടിയുമ്മൻ കൂടി രംഗത്ത് വന്നതോടെ സതീശനെതിരെ വലിയ തരത്തിലുള്ള അതൃപ്തി കോൺഗ്രസ് പാളയത്തിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല കഴിഞ്ഞ ദിവസം M5 ന്യൂസിനോട് പ്രതികരിച്ചിരുന്ന KPCC ജനറൽ സെക്രട്ടറിയായ പഴകുളം മധുവും ഇക്കാര്യം ഓർമ്മിപ്പിച്ചിരുന്നതാണ്. അതായത് ഗ്രൗണ്ടിൽ പണിയെടുക്കുന്നവർക്ക് വലിയ സ്ഥാനം ലഭിക്കുന്നില്ല, എന്നാൽ അതേസമയം തന്നെ സോഷ്യൽ മീഡിയയിൽ ഓളമുണ്ടാക്കുന്നവർക്ക് മാത്രമാണ് സ്ഥാനം ലഭിക്കുന്നതെന്ന്. അതായത് KPCCയുടെ തീരുമാനങ്ങൾക്കും വാക്കുകൾക്കും യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞു വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെയും നടന്നത് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശന്റെ മാത്രം അജണ്ടകളും തീരുമാനങ്ങളും മാത്രമാണ് എന്നതാണ്. സത്യത്തിൽ കോൺഗ്രസിനെ പോലൊരു പാർട്ടി താങ്കൾ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം യുവാക്കളായിട്ടുള്ള ആൾക്കാർ പാർട്ടി ഘടകങ്ങളിൽ നിന്ന് വളർന്നു വരുന്നവരും പെട്ടെന്ന് ലീഡർഷിപ്പിലേക്ക് വരുന്നവരും 2 തരത്തിൽ നേതാക്കന്മാരുണ്ട്. ഇവർ 2 പേരും പാർട്ടിക്ക് അനിവാര്യമാണ്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രചാരം ലഭിക്കുന്ന നേതാക്കന്മാർ പാർട്ടിയുടെ മുഖങ്ങൾ തന്നെയാണ്. പക്ഷെ അവർ മാത്രമാകരുത്.
പാർട്ടിക്ക് വേണ്ടി KSU, യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ച് ജനസമ്മതിയുള്ള ഗ്രാസ് റൂട്ട് കണക്ടിവിറ്റിയുള്ള നേതാക്കന്മാരെ കൂടി പാർട്ടി പരിഗണിക്കണം, തീർച്ചയായിട്ടും പരിഗണിക്കണം. താങ്കളുടെ ആ അഭിപ്രായത്തോടെ 100% യോജിക്കുകയാണ്. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിലേ കോൺഗ്രസ് ഉള്ളൂ. ഇപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ സമൂഹ മാധ്യമത്തിലെ നേതാക്കന്മാരുടെ സ്വാധീനം, പ്രവർത്തനം, അത് മാത്രം കണ്ട് പാർട്ടി മുൻപോട്ട് പോയാൽ അത് പാർട്ടിക്ക് ഗുണമുണ്ടാകില്ല. പ്രാദേശിക തലത്തിൽ, ഗ്രാമതലത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ കഴിയണമെങ്കിൽ കോൺഗ്രസിൻ്റെ അത്തരം കരുത്തരായ യുവ നേതാക്കന്മാരെ കൂടി ഉയർത്തിക്കൊണ്ടുവന്ന് അവർക്ക് കൂടി അവസരങ്ങൾ കൊടുത്താൽ അത് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തിയേ ഉണ്ടാവുള്ളൂ.